ഇത് ക്രൈഫേസ് ആണ്. ക്രൈഫേസ് എന്നാൽ കരയുന്ന മുഖം. അങ്ങനെ പേരുള്ള ഒരാളാണ് ഈ ബസ്സിൽ ഞങ്ങളുടെ ഗൈഡ്. സിംബാബ്വേയിൽ വിക്ടോറിയ ഫാൾസ് സിറ്റിയിലെ റിസോർട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ സാംബസി നദിയുടെ തീരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. വനത്തിലൂടെയാണ് യാത്ര. വിൻഡറിൽ ഇലകൊഴിഞ്ഞ മരങ്ങൾ കരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്ന വനത്തിനുള്ളിലൂടെ ഓടി ബസ് മെയിൻ റോഡിൽ നിന്ന് ഒരു മൺപാതയിലേക്ക് തിരിഞ്ഞു. ആ മൺവഴിക്ക് ചേരാത്ത മട്ടിൽ ഓമനത്തമുള്ള കാറുകൾ കടന്നുപോകുന്നു. സാംബസി നദിയിലൂടെയുള്ള ഒരു ബോട്ട് ക്രൂസിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എന്നാൽ ഈ ബസ്സിനകത്ത് 38 പേരുണ്ട്. തെക്കൻ ആഫ്രിക്കയിലെ 4 രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി സഞ്ചാരത്തിന്റെ ഒരു ടീമായി പുറപ്പെട്ട 38 പേർ. ഞാനും അവരുടെ കൂടെ ഏതാനും ദിവസം ചെലവഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അധിക നേരമായിട്ടില്ല. നേരം 4 മണിയായിട്ടുണ്ട്. ബസ് നദീതീരത്ത് പോയി നിൽക്കുമ്പോൾ അവിടെ കുറേ നർത്തകരുണ്ട്. ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി. നൃത്തം പൊടി പൊടിക്കുകയാണ്. ഈ നാടുകളിൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന എല്ലാ സ്ഥലത്തും കുറെ ചെറുപ്പക്കാർ ഡ്രംസും ട്രഡീഷണൽ വേഷവും എല്ലാമായി ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. ഇവിടെ നിന്നുമാണ് ബോട്ടിൽ കയറി സാംബസി നദിയിലൂടെ യാത്ര ചെയ്യുക. വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് ക്രൂസിനായാണ് ആളുകൾ കൂടുതലായി എത്തുക. അസാമാന്യമായ താളബോധമാണ് ആഫ്രിക്കയിലെ ആണിനും പെണ്ണിനുമെല്ലാം. താളം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബോട്ട് ജെട്ടിയിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ചില കെട്ടിടങ്ങൾ കാണാം. കലാബോധത്തോടെ നിർമ്മിച്ച ഷെഡുകൾ. മണ്ണിനോടും വനത്തിനോടും ഇണങ്ങി നിൽക്കുന്നവയാണ് അവയെല്ലാം. റെസ്റ്റോറന്റുകളും ഷോപ്പുകളുമൊക്കെയാണ് അത്തരം കെട്ടിടങ്ങളിൽ. ബസ്സിറങ്ങി നർത്തകരെ പിന്നിട്ട് നമ്മുടെ സംഘം വരുന്നു. വേറെയും ബസ്സുകൾ എത്തിയിട്ടുണ്ട്. പല ബോട്ടുകൾ പുറപ്പെടുന്നുണ്ട് ഇവിടുത്തെ ജെട്ടിയിൽ നിന്നും. ചെറുമരങ്ങളുള്ള വനം, ആ വനത്തിന് ചേരുന്ന ഷെഡുകൾ. എന്നാൽ ബോട്ടുകൾ അല്പം മോഡേൺ ആണെന്ന് പറയാം. ഇവിടെ 2 ബോട്ടുകൾ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബോട്ടിലൂടെ കടന്ന് തൊട്ടടുത്തുള്ള ബോട്ടിലേക്ക് കയറണം. രണ്ടാമത്തെ ബോട്ടാണ് ഞങ്ങളുടേത്. ആദ്യത്തെ ബോട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ കാണുന്നവരിൽ കൂടുതലും പാശ്ചാത്യ ടൂറിസ്റ്റുകളാണ്. രണ്ടാമത്തെ ബോട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് തന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നു. പച്ചമാങ്ങയുടെ രുചിയുള്ള ഒരു തരം ഡ്രിങ്കാണ്. ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത തരം ഒരു പാനീയം. സാംബസി നദി ജലസമൃദ്ധമായി അങ്ങനെ കിടക്കുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന് മുൻപുള്ള നദീഭാഗമാണിത്. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ. യാത്രയുടെ ആദ്യ ദിവസമാണല്ലോ. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും കേരളത്തിന് പുറത്തുനിന്നുള്ള മലയാളികളുമൊക്കെയുണ്ട്. സഞ്ചാരം ടൂറിന്റെ ഭാഗമായി എന്റെ കൂടെ പലതവണ യാത്ര ചെയ്തവരുമുണ്ട് ഈ സംഘത്തിൽ. പാനീയങ്ങൾ, ഭക്ഷണം ഇതൊക്കെ ചേരുന്നതാണ് ഈ സൺസെറ്റ് ക്രൂസ്. ലഘുഭക്ഷണവും എന്തുതരം പാനീയവും കിട്ടും. ഇദ്ദേഹമാണ് ബോട്ടിലെ ക്യാപ്റ്റൻ. ലേവി എന്നാണ് പേര്. ക്യാപ്റ്റൻ ലേവി. ടീമിലുള്ളവർ പല പല സംഘങ്ങളായി ഇരുന്ന് പരിചയപ്പെടുന്നു. വിശേഷങ്ങൾ പറയുന്നു. ഈ സമയം ക്രൈഫേസിനെ ഞാൻ വീണ്ടും ഒന്ന് പരിചയപ്പെട്ടു. ക്യാപ്റ്റൻ ലേവി. ഇവരൊക്കെ നല്ല പ്രൊഫഷണൽസ് ആണ്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഔചിത്യത്തോടെ പെരുമാറുന്ന ആളുകൾ. സാംബസിയുടെ തീരങ്ങളിൽ നിരവധി ബോട്ടുകൾ കിടക്കുന്നത് കാണാം. അല്പം കഴിഞ്ഞപ്പോൾ ലേവി വന്ന് ഒരു ചെറിയ പ്രസംഗം നടത്തി. എന്തൊക്കെ കാണാനുണ്ട്, എത്ര ദൂരം യാത്ര ചെയ്യും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. സഞ്ചാരം ആഫ്രിക്കയിലെ 4 രാജ്യങ്ങളിലേക്ക് ടൂർ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചത് ആഫ്രിക്ക അപരിഷ്കൃതമായ നാടല്ലേ എന്നാണ്. 6 മാസം മുൻപ് സഞ്ചാരം ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ സംഘത്തിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സംസ്കാര സമ്പന്നമായി പെരുമാറുന്ന ആളുകളുള്ള, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു നാടാണ് ഇതെന്ന്. അകലെ ആ കുന്നിൻ മുകളിൽ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്, എലിഫന്റ് ഹിൽസ് റിസോർട്ട്. അവിടെ നിന്നുമാണ് ഈ നദീതീരത്തേക്ക് ഞങ്ങൾ വന്നത്. വേറെയും ധാരാളം ബോട്ടുകൾ സാംബസിയിലുണ്ട്.
കുറച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് ഇളം കാറ്റേറ്റ് സായന്തനത്തിൽ നദിയിലൂടെ ഒരു യാത്ര. അതാണ് ഈ സൺസെറ്റ് ക്രൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ തീരത്ത് ചില മൃഗങ്ങളെയും കാണാം. ഇവിടെ ഒരു മുതലക്കിടപ്പുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നിരവധി മൃഗങ്ങളെ ഈ തീരങ്ങളിൽ കാണാനാവും. വന്യമൃഗങ്ങളെ കാണുന്നതിനു വേണ്ടിയുള്ള ഒരു യാത്രയല്ല ഇത്. പക്ഷേ അവിചാരിതമായി മൃഗങ്ങളെ കണ്ടുകൂടായികയില്ല. കാരണം ഇതൊരു വനപ്രദേശം തന്നെയാണ്. ഇതാ ചിലർ ഓളപ്പരപ്പിൽ തല പൊക്കി നോക്കുന്നു. ഒരു ഹിപ്പോയാണ്. അവന്റെ അപ്പുറവും ഇപ്പുറവും വെള്ളമിളകുന്നത് കാണുമ്പോൾ മനസ്സിലാകും അവിടെയൊക്കെ ഹിപ്പോകളുടെ സാന്നിധ്യമുണ്ടെന്ന്. നെറുകയിൽ കണ്ണുകളുള്ള വേറെയും ഏതാനും തലകൾ പല ഭാഗത്തായി പൊങ്ങി വന്നു. ഹിപ്പോകൾ വെജിറ്റേറിയൻസ് ആണ്. നദിയിലെ സസ്യങ്ങളും തീരത്തെ പുല്ലും തിന്നുന്നവർ. ഞങ്ങൾ അവയെ കണ്ടിരിക്കെ ലഘുഭക്ഷണമെത്തി. പല വിഭവങ്ങളുണ്ട്. വെജ്, നോൺ വെജ് വിഭവങ്ങൾ. ചിക്കൻ വിങ്സും ബീഫിന്റെ മീറ്റ് ബോളുമൊക്കെയാണ്. ഇതെല്ലാം ഈ ടൂറിൽ ഉൾപ്പെടുന്നതാണ്. ഒന്നിനും പ്രത്യേകം തുക നൽകേണ്ടതില്ല. മാത്രമല്ല മദ്യപിക്കുന്നവർക്ക് വേണ്ടി പല പല കുപ്പികൾ നിരന്നിരിക്കുന്നുണ്ട്. ഈ ക്രൂസിൽ മദ്യവും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ മലയാളികളാണല്ലോ. ആഫ്രിക്കയിലെത്തിയാലും അങ്ങനെ തന്നെയായിരിക്കും. കുറച്ചാളുകൾ ബാർ ടേബിളിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ബാക്കിയുള്ളവർ ലഘുഭക്ഷണം കഴിച്ചിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. സ്നാക്സും ചായയും കാപ്പിയും മറ്റു പാനീയങ്ങളുമൊക്കെ കഴിച്ചുകൊണ്ട് ആളുകൾ യാത്ര ആസ്വദിക്കുകയാണ്. എല്ലാവർക്കും ഈ അന്തരീക്ഷം വലിയ ഇഷ്ടമായി. ഭക്ഷണം ആസ്വദിച്ചുകൊണ്ടും ഇളം കാറ്റേറ്റുകൊണ്ടും സാംബസി എന്ന ചരിത്ര നദിയിലൂടെ അങ്ങനെ സഞ്ചരിക്കാം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 4ാമത്തെ നദിയാണ്. അതിന്റെ ശാന്തമായ പരപ്പിലൂടെ സാവധാനം നീങ്ങുകയാണ് ബോട്ട്. നദിയുടെ രണ്ടു വശത്തും വനം. ലേവി വിശേഷങ്ങൾ പറയുന്നു. ഖരീബ എന്ന സ്ഥലത്താണ് ലേവിയുടെ വീട്. ഇവിടെ നിന്നും 1000 കിലോമീറ്റർ അകലെയാണ് ആ സ്ഥലം. വിക്ടോറിയ ഫോൾസ് സിറ്റിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. വല്ലപ്പോഴും വീട്ടിൽ പോകും. ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സാംബസി നദി രൂപപ്പെടുത്തിയ വെള്ളച്ചാട്ടമാണ് വിക്ടോറിയ ഫാൾസ്. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ വെള്ളം കുത്തനെ താഴേക്ക് പതിക്കും. അകലെ കൂടി ലയൺ കിങ് എന്ന ഒരു ബോട്ട് പോകുന്നു. പണ്ട് ഞാനിവിടെ വന്നപ്പോൾ ആ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ നദിയുടെ ഒരു വശം സാംബിയയും മറുവശം സിംബാബ്വേയുമാണ്. ഇങ്ങനെ പോകുമ്പോൾ വലതുവശത്താണ് സാംബിയ, ഇടതുവശത്ത് സിംബാബ്വേയും. സന്ധ്യയാകുമ്പോഴേക്കും ധാരാളം ബോട്ടുകൾ നദിയിൽ നീങ്ങിത്തുടങ്ങും. സൺസെറ്റ് ക്രൂസിനു വേണ്ടിയുള്ള ബോട്ടുകളാണ്. പല നിലകളുള്ള ബോട്ടുകൾ. അതെല്ലാം വിദേശ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ ബോട്ടുകളിലെല്ലാം ഡ്രിങ്ക്സും ലഘുഭക്ഷണവുമൊക്കെ കിട്ടും. നല്ല തണുപ്പുള്ള സമയമാണ്. 12 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വൈകുന്നേരം ഇവിടുത്തെ താപനില. മക്കുംബി എന്ന ഒരു ബോട്ട് കടന്നു പോകുന്നു. അതിന്റെയും അപ്പർ ഡെക്കിൽ ഭക്ഷണം കഴിച്ചും പാനീയങ്ങൾ നുകർന്നും വിദേശ ടൂറിസ്റ്റുകൾ ഇരിക്കുന്നു. ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ നൽകി ബോട്ടുകളിൽ അവരെ ഉല്ലസിക്കാൻ വിട്ടാൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അത്തരം ക്രൂസ് ആസ്വദിക്കാനായി ഒഴുകിയെത്തും. തീരത്ത് ഒരു കാട്ടുകൊമ്പൻ. വന്യമൃഗങ്ങളെ കാണൽ ഈ ക്രൂസിന്റെ ലക്ഷ്യമല്ലെങ്കിലും ബോണസായി നിരവധി മൃഗങ്ങളെയും നാം കണ്ടുമുട്ടും. കാട്ടുചില്ലകൾ ഒടിച്ചങ്ങനെ നിൽക്കുകയാണ് കൊമ്പൻ. ഒന്നല്ല, പലരുണ്ടിവിടെ. ചെറിയൊരു മുളങ്കാടാണ് അവിടം. അതിനകത്തുകൂടി വിലസുകയാണ് ആനക്കൂട്ടം. അവർക്ക് നദിയിലൂടെ ബോട്ടുകൾ പോകുന്നതൊന്നും വലിയ കാര്യമല്ല. ആയിരക്കണക്കിന് ആനകളുള്ള പ്രദേശമാണ് സാംബസിയുടെ തീരങ്ങൾ. നമ്മൾ മലയാളികൾക്ക് ആന അത്ര കൗതുകമുള്ള കാഴ്ചയല്ലെങ്കിലും പാശ്ചാത്യർക്കും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും അത് വലിയ ആകർഷണമാണ്. കൂടുതൽ ആനകൾ തീരത്തേക്ക് വന്നു തുടങ്ങി. നല്ല വിസ്തൃതമായ ചെവിയാണ് ഇവരുടെ പ്രത്യേകത. ആ ചെവികൾ തന്നെയാണ് ആഫ്രിക്കൻ ആനയെ നമ്മുടെ ആനകളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്.
ആഫ്രിക്കൻ ആനയും ഏഷ്യൻ ആനയും തമ്മിൽ പ്രകടമായി തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. ഏഷ്യൻ ആനയേക്കാൾ വലിപ്പമുള്ളവരാണ് ആഫ്രിക്കൻ ആനകൾ. ചെവികൾ, തലയുടെ ആകൃതി, കൊമ്പ്, തുമ്പിക്കൈ എന്നിവയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആഫ്രിക്കൻ ആനകളുടെ വമ്പൻ വിഷറിച്ചെവിയുടെ അടുത്തെങ്ങുമെത്തില്ല വലിപ്പത്തിൽ നമ്മുടെ ആനകളുടെ ചെവി. ആൺ പെൺ ഭേദമില്ലാതെ ആഫ്രിക്കൻ ആനകൾക്ക് കൊമ്പുകളുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സാംബസി നദിയുടെയും ആ നദിയിലേക്ക് വന്നു ചേരുന്ന ചോബി നദിയുടെയും തീരങ്ങളിലാണ് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ളത്. അവരുടെ വലിയൊരു ആവാസ കേന്ദ്രം തന്നെയാണ് ഇത്. തീരം ചേർന്നങ്ങനെ പോകുമ്പോൾ പലയിടത്തും ആനകളെ കാണാം. ഏതായാലും നദിയിലൂടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ധാരാളം ആനകളെ കണ്ടു എന്നത് ഗ്രൂപ്പിലുള്ളവർക്ക് വലിയ ആവേശമുണ്ടാക്കി. മുതല, ഹിപ്പോ, ആന എന്നിവയെയൊക്കെ ഈ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടുകഴിഞ്ഞു. മൃഗങ്ങളെ കാണുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ധാരാളം യാത്രകൾ നടത്തുന്നുണ്ട്. ഇത് ഒരു ട്രയൽ മാത്രമാണെന്ന് പറയാം. ആനകളും ഹിപ്പോകളുമെല്ലാം മതിച്ചു നടക്കുന്ന തീരങ്ങളാണ്. ഈ എപ്പിസോഡുകളിൽ കാണുന്ന ആഫ്രിക്കൻ നാടുകളിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അടുത്ത ടൂറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഫോൺ 7591966600. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ടൂറിസ്റ്റുകളുമായി പോകുന്ന പല പല ബോട്ടുകൾ. എല്ലാ ബോട്ടുകളിലും ചായയും കാപ്പിയും സ്നാക്സും ഒക്കെയുണ്ട്. പിന്നെ മദ്യവും മറ്റു പാനീയങ്ങളും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഈ രാജ്യത്ത് വന്നിറങ്ങിയിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ദീർഘയാത്രയുടെ ക്ഷീണമൊക്കെ മറന്ന് അവർ സാംബസിയിലെ ബോട്ട് ക്രൂസ് ആഘോഷിക്കുകയാണ്. ലിക്കർ ആവശ്യമില്ലാത്തവർക്ക് വേണ്ട പാനീയങ്ങൾ പലതുണ്ട്, ജ്യൂസ് ഉൾപ്പെടെ എല്ലാം. ബോട്ടിൽ ഇരുന്നും ആളുകൾ പരസ്പരം പരിചയപ്പെടുന്നു. ഇതിൽ നേരത്തെ സഞ്ചാരത്തിനൊപ്പം യാത്ര ചെയ്ത് പരിചയമുള്ളവരുണ്ട്, ആദ്യമായി സഞ്ചാരത്തിനൊപ്പം വന്നവരുണ്ട്. അവരവരുടെ ലോകത്ത് കാഴ്ചകൾ മാത്രം ആസ്വദിച്ചിരിക്കുന്നു ചിലർ. സായന്തനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് സാംബസിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. തീരങ്ങളിൽ അതിഗംഭീരമായ റിസോർട്ടുകൾ. അതെല്ലാം ആഫ്രിക്കൻ ട്രഡീഷണൽ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. മിക്ക കെട്ടിടങ്ങളും മേഞ്ഞിരിക്കുന്നത് പുല്ലുകൊണ്ടാണ്. കോൺക്രീറ്റൊക്കെ ആകാം അടിസ്ഥാനമെങ്കിലും അതിനെല്ലാം കാഴ്ചയിൽ ഒരു ആഫ്രിക്കൻ ടച്ച് നൽകിയിട്ടുണ്ട്. സാംബസി നദിയും അതിൻ്റെ തീരത്തെ വനവുമൊക്കെയുള്ള ഒരു ആംബിയൻസ് ആണല്ലോ ഇവിടെ. അതിനോട് ചേരുന്ന ആർക്കിടെക്ചറൽ ശൈലിയിലാണ് റിസോർട്ടുകളെല്ലാം പണിതിരിക്കുന്നത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ സാംബിയയിലും സിംബാബ്വേയിലും ബോട്സ്വാനയിലും നമീബിയയിലുമൊക്കെ ഓരോ ദിവസവും എത്തുന്നത്. ടൂറിസത്തിന്റെ വലിയ കേന്ദ്രങ്ങളായി കഴിഞ്ഞു ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം. നേരം സന്ധ്യയായി തുടങ്ങുന്നു. സൂര്യൻ ചായുമ്പോൾ പ്രകൃതിയുടെ നിറം മാറുകയാണ്. ഇളം ചുവപ്പ് നിറം അന്തരീക്ഷത്തിൽ ആകെ പടർന്നു. വളരെ ആസ്വാദ്യമായ ഒരു സന്ധ്യ. നല്ല തണുപ്പ് വീണു തുടങ്ങിയിരിക്കുന്നു. അതിനിടെ സൂര്യന്റെ ഇളം ചൂട് ഒരു സുഖം പകരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സംഘത്തിലുള്ള ചിലർക്കൊക്കെ അല്പം ലഹരിയുടെ സുഖവും. സൺസെറ്റ് ക്രൂസ് ബുക്ക് ചെയ്യുമ്പോൾ ഡ്രിങ്ക്സ് ഉൾപ്പെടെ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ആവശ്യമുള്ളവർ കഴിച്ചാൽ മതിയെന്നു മാത്രം. അങ്ങു ദൂരെ സൂര്യൻ ചുവന്ന മുഖത്തോടെ താഴുകയാണ്. അതൊരു അസുലഭമായ കാഴ്ച തന്നെയാകുന്നു. അപ്പോഴേക്കും ആളുകളും ഒരു ആഘോഷ മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ചായുന്ന സൂര്യനെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു, ഫോട്ടോകൾ എടുക്കുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞാനും സന്തോഷത്തിലാണ്. സാംബസിയുടെ പരപ്പിലേക്ക് ഇടയ്ക്കിടെ മുതലകൾ ഉയർന്നു വരുന്നു. ധാരാളം മുതലകളുള്ള നദി കൂടിയാണ് സാംബസി. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നദീപ്പരപ്പിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അവയെ ഇങ്ങനെ കാണാം. ഏതാണ്ട് 2 മണിക്കൂർ ഞങ്ങൾ സാംബസിയിലൂടെ അങ്ങനെ യാത്ര ചെയ്തു. ഇപ്പോൾ ക്രൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നു. സന്ധ്യയോടുകൂടി ബോട്ട് പുറപ്പെട്ടിടത്ത് തന്നെ തിരികെ എത്തി. വന്നപ്പോഴെന്ന പോലെ മറ്റൊരു ബോട്ടിലൂടെ ഇറങ്ങി കടന്നു വേണം കരയിലേക്ക് കയറാൻ.
ഞങ്ങളെല്ലാവരും രണ്ടാമത്തെ ബോട്ടിലൂടെ കയറി മറുവശത്തേക്ക് നടന്നു. ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും നേരം ഇരുട്ടിയെങ്കിലും അപ്പോഴും ആ നർത്തകർ അവിടെയുണ്ട്. അവർ വിശ്രമമേതുമില്ലാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായ്ത്താരിയും ആഫ്രിക്കൻ ചെണ്ടയുടെ നാദവും വേഗത്തിലുള്ള ചുവടുകളും. നർത്തകരുടെ മുന്നിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ക്രൂസ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ അതിൽ എന്തെങ്കിലും ഇടുമെന്ന പ്രതീക്ഷയിലാണ് ഈ നൃത്തം. രസകരമാണ് നൃത്തച്ചുവടുകൾ. നമ്മുടെ സംഘത്തിലുള്ള ചിലരൊക്കെ നർത്തകരുടെ പാത്രത്തിൽ ചെറിയ തുക ഇടുന്നുണ്ട്. കുറച്ചുനേരം ഞാൻ ആ നൃത്തം കണ്ടുനിന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യകാലത്തൊക്കെ വിദേശയാത്ര നടത്തുമ്പോൾ മലയാളി സഞ്ചാരികൾ ടിപ്പ് കൊടുക്കുന്നതിലും ഇത്തരം കലാകാരന്മാർക്കൊക്കെ ചെറിയ സഹായം നൽകുന്നതിനും വിമുഖത കാട്ടുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിത്തുടങ്ങിയിരിക്കുന്നു. അവർ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് ചെറിയ സംഭാവന നൽകുന്നു. ഞാൻ പണ്ടുകാലം മുതൽ നിരീക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ബസ്സിൽ കയറിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ നർത്തകരുടെ പാത്രത്തിൽ പണമിട്ട് കൊടുക്കുന്ന സഞ്ചാരികൾ വരെ നമ്മുടെ ടീമിലുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും ബസ്സിൽ വന്ന് കയറി. ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോഴേക്കും നർത്തകരും പരിപാടി അവസാനിപ്പിച്ച് ഇരുളിലേക്ക് നടന്നു മറയുന്നു. ഇനി റിസോർട്ടിലേക്ക് മടങ്ങുകയാണ്. വളരെ അടുത്താണ് റിസോർട്ട്. നേരത്തെ സാംബസിയിൽ നിന്നും അത് കണ്ടിരുന്നല്ലോ. ഒരു 10 മിനിറ്റ് നേരത്തെ യാത്ര. ഇന്നിനി ടീമിലുള്ളവർക്ക് മറ്റു പ്രത്യേക പരിപാടിയൊന്നുമില്ല. അത്താഴം കഴിച്ച് നന്നായി ഒന്ന് വിശ്രമിക്കുക, അത്രമാത്രം. അടുത്ത ദിവസം രാവിലെ തന്നെ റെഡിയായി. നേരം 7 മണിയാകുന്നു. മുറിയിൽ നിന്നും താഴേക്കുള്ള കാഴ്ച രസകരമാണ്. സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റങ്ങനെ തിളങ്ങുകയാണ് ആഫ്രിക്കൻ വനവും റിസോർട്ടിന്റെ പരിസരവും. താഴത്തെ പുൽക്കുടിലുകൾ ഒന്നും സജീവമായിട്ടില്ല. അതിഥികൾ എത്തുന്നതേയുള്ളൂ. പൂളുകളിലേക്കും ഇത്ര രാവിലെ ആളുകൾ വരില്ല. നല്ല തണുപ്പുള്ള സമയമാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ഇവിടെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 7 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതില്ല. 9 മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും കഴിച്ചാൽ മതി. ഈ എലിഫന്റ് ഹിൽസ് റിസോർട്ട് 1993 ഫെബ്രുവരി 20 അന്നത്തെ ഇവരുടെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ ഉദ്ഘാടനം ചെയ്തതാണ്. റിസോർട്ടിന്റെ പൂമുഖം സജീവമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ റിസോർട്ടിന്റെ മുറ്റത്തേക്കിറങ്ങി. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകൾ രാവിലെ തന്നെ ഒരാൾ ഉയർത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഹോട്ടലുകളിൽ ഫ്ലാഗ് കിട്ടിയാൽ എല്ലാ ദിവസവും വൈകുന്നേരം അത് താഴ്ത്തുകയും രാവിലെ ഉയർത്തുകയും ചെയ്യുന്ന പതിവൊന്നുമില്ല. പണ്ട് സായിപ്പ് ആഫ്രിക്കൻ വനങ്ങളിൽ ഷിക്കാറുമായി നടന്ന കാലത്ത് ഈ വഴികളിലൂടെ ഓടിച്ചുപോയിരുന്ന ചില കാറുകൾ കിടക്കുന്നു. ആഫ്രിക്കയെ അടക്കി ഭരിച്ചിരുന്ന സായിപ്പിന്റെ ഒരു പ്രതാപകാലമുണ്ടല്ലോ. അക്കാലത്ത് ഈ വനങ്ങളിലൊക്കെ അവർ വലിയ ഷിക്കാർ നടത്തിയിരുന്നു. പിന്നീട് അവരാണ് ഈ നാട്ടുകാർക്ക് കൃത്യമായ ചിട്ടകളും ടൂറിസത്തിന്റെ വഴികളും ആചാരമര്യാദകളും എല്ലാം പകർന്നു നൽകിയത്. രാവിലെ ആയപ്പോഴേക്കും ധാരാളം കാറുകളും മിനി ബസ്സുകളുമെല്ലാം റിസോർട്ടിന്റെ മുറ്റത്ത് നിറഞ്ഞു. ടൂറിസ്റ്റുകൾ പലരും യാത്ര തുടരുകയോ അല്ലെങ്കിൽ മറ്റു കാഴ്ചകളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയമാണ്. ചിലർ ഇവിടെ നിന്നും അയൽ രാജ്യങ്ങളിലേക്ക് യാത്ര തുടരുന്നു. മറ്റു ചിലർ നാട്ടിലേക്ക് മടങ്ങുന്നു. അവരുടെ ലഗേജ് കയറ്റിയ ട്രെയിലറുകൾ മിനി ബസിന്റെ പുറകിലുണ്ട്. ഞാൻ അങ്ങനെ നിൽക്കെ ക്രൈഫേസ് എത്തി. രാത്രി എങ്ങനെയുണ്ടായിരുന്നു, ഉറക്കം സുഖമായിരുന്നോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഇദ്ദേഹത്തിനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്വം. ഞങ്ങളെ ബോട്സ്വാനയിൽ എത്തിക്കുന്നതുവരെ ആ ചുമതല ക്രൈഫേസിനാണ്. ഗ്രൂപ്പിലെ എല്ലാവരും ഹാപ്പിയാണോ എന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ എനിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിലേക്കു കയറി. ഇദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ്.
സഞ്ചാരത്തിന്റെ സംഘത്തിനൊപ്പമല്ല ഇപ്പോൾ എന്റെ യാത്ര. വണ്ടിയിൽ എന്റെ കൂടെ സംഘത്തിലെ 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഉണർന്ന് 9 മണിയാവുമ്പോഴേക്കും റെഡിയാകും. അതിനു മുൻപ് ഞങ്ങൾ ഒരു ഹെലികോപ്റ്റർ റൈഡിനു വേണ്ടി പോവുകയാണ്. സാംബസി നദി വിക്ടോറിയ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്ന കാഴ്ച ആകാശത്തു നിന്നും കാണുന്നതിനു വേണ്ടിയുള്ള യാത്ര. അതിനായി ഞാൻ ഒരു സ്പെഷ്യൽ ടൂർ എടുത്തതാണ്. റിസോർട്ടിന്റെ മനോഹരമായ കോമ്പൗണ്ടിലൂടെ ഓടി പുല്ലുമേഞ്ഞ പടിപ്പുര കടന്നു. പുറത്തേക്കിറങ്ങിക്കഴിയുന്നതോടെ പ്രകൃതി പെട്ടെന്ന് മാറി. ഇപ്പോൾ വരണ്ട നിലവും ഇലകുഴിഞ്ഞ മരങ്ങളുമൊക്കെയാണ് കാഴ്ച. ഹെലിപ്പാഡുകൾ പലയിടത്തുമുണ്ട്. ഇവിടെ നിന്നല്ല ഞാൻ ഹെലികോപ്റ്റർ റൈഡ് തുടങ്ങുന്നത്. കുറച്ചകലെയുള്ള മറ്റൊരു ഹെലിപ്പാഡിൽ നിന്നുമാണ്. എന്റെ കൂടെ വണ്ടിയിൽ സംഘത്തിലുള്ള ജോസ് തോമസും ഷിബുവുമുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഹെലികോപ്റ്റർ റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റിസോർട്ടിൽ നിന്നും ഏതാണ്ട് 20 മിനിറ്റിന്റെ യാത്രയുണ്ട് ഹെലിപ്പാഡിലേക്ക്. 1-2 ആളുകളെ മറ്റൊരു റിസോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വേണം അവിടേക്ക് പോകാൻ. വിക്ടോറിയ വെള്ളച്ചാട്ടം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ വിശദമായി ഷൂട്ട് ചെയ്തിരുന്നതാണ്. ഈ യാത്രയിൽ അത് ഹെലികോപ്റ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. അതിനാണ് ഇപ്പോൾ പോകുന്നത്.